വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാനും എബിനും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുവാണ്. ഞങ്ങളുടെ വെഡ്ഡിങ് റിങ്സ് ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. 3-4 മാസം ഞങ്ങളുടെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള വെഡ്ഡിങ് ബാൻഡ്സും പിന്നെ കുറച്ച് നാളായിട്ട് ഞങ്ങൾക്ക് സൺഗ്ലാസ് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ അതിനും ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാത്തിനും കൂടിയായിട്ട് അങ്ങോട്ട് ഇറങ്ങി. നമ്മൾ പ്ലാസ സിംഗപ്പൂര എന്നുള്ള മോളിലേക്കാണ് ആദ്യം തന്നെ വെച്ച് പിടിച്ചത്. എന്നിട്ട് വിശന്ന് വലഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ ഒരു ജാപ്പനീസ് റേമൻ കടയിൽ കയറി റേമനൊക്കെ കഴിക്കുമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ സാധനം ഞാൻ കഴിക്കുന്നത്, ജാപ്പനീസ് റേമൻ. പക്ഷേ എനിക്ക് സർപ്രൈസിംഗ്ലി ഇറ്റ് വാസ് വെരി നൈസ്. ഫുഡൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയുള്ള വെഡ്ഡിങ് റിങ്സിൻ്റെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി. SK ജ്വല്ലറി, ഗോൾഡ് ഹാർട്ട്സ്, പിന്നെ ലവൻ ഈ കടകളിലൊക്കെയാണ് ഞങ്ങൾ കയറിയത്. ഇവിടെ കുറേ നല്ല ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും മനസ്സിനങ്ങോട്ട് പൂർത്തിയായിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ഈ റിങ് നോക്കണതിൻ്റെ ആ ഒരു തത്രപ്പാടിൽ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല, മൈ ബാഡ്. പിന്നെ ഞങ്ങളാണെങ്കിൽ ജീവിതകാലം മൊത്തം ഇടാനുള്ള റിങ്ങല്ല, അപ്പം മനസ്സിന് ശരിക്കും അങ്ങോട്ട് പിടിച്ചാൽ മാത്രം എടുത്താൽ മതിയെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്നൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങളുടെ റിങ് നോക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ താഴെ പോയി കുറച്ച് സ്നാക്കൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഷോപ്പിംഗ് റെസ്യൂം ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ സൺഗ്ലാസ് വാങ്ങാനുള്ള ആഗ്രഹം സഫലീകരിക്കാനായിട്ട് ഞങ്ങൾ സ്പെക്ടക്കിൾ ഹട്ടിലോട്ട് വിട്ടു. ഇവിടെ കുറേ നല്ല ബ്രാൻഡഡ് സൺഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇതുവരെ ഒരു സൺഗ്ലാസ് കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റ് എന്നൊരു സൺഗ്ലാസ്സാണ്. ഞാൻ ഭയങ്കര ഇൻഡിസിസീവ് ആയതുകൊണ്ട് എനിക്കും എബിനും ഒരേപോലെ ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു സൺഗ്ലാസ് സെലക്ട് ചെയ്യാൻ വേണ്ടി. ട്രൈ ചെയ്ത് തന്നെ മാറി ട്രൈ ചെയ്ത് അവസാനം ഞാനൊരു സൺഗ്ലാസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ ഗുച്ചിയുടെ ഒരു സൺഗ്ലാസും പിന്നെ എബിൻ ഭയങ്കര ഷടപടയെന്നൊരു സൺഗ്ലാസ് റേബാൻ്റെ സെലക്ട് ചെയ്ത് ഞങ്ങളിത് രണ്ടും പാക്ക് ചെയ്തിറങ്ങി. ഞാൻ ഈ സൺഗ്ലാസിൻ്റെ അൺബോക്സിങ് കുറച്ചും കൂടെ നന്നായിട്ട് വേറൊരു ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കടക്കാർ ഞങ്ങളെ കൊണ്ട് സ്വൈര്യം കെട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവരതിൻ്റെ ഷട്ടർ ഇട്ടു. ആ കടയിൽ കയറുന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും ഡിന്നർ ടൈമായി. അപ്പോൾ ഞങ്ങൾക്ക് മെക്ഡൊണാൾഡ്സ് കഴിക്കാനൊരു ആഗ്രഹം. സോ നമ്മൾ ഇവിടെ നിന്ന് മെക്ഡി ടേക്ക് അവേ എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഇവിടെ വന്നിരുന്ന് സെൻറ്റോസയിലോട്ടുള്ള വ്യൂ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ബൈ ബൈ.